نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവന്റെ റഹ്മത്തും ഫضലുകളും എല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങളാണ് ഓതിവെച്ചത്. പരിശുദ്ധ റമദാനിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇത് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാനാണ് കൂടുതൽ സാധ്യത. 29 വ്യാഴാഴ്ച സൂര്യാസ്തമയ ശേഷം ഏകദേശം 20 മിനിറ്റോളം ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിൽക്കും. അതിനാൽ മാസപ്പിറവി കാണാനും വെള്ളിയാഴ്ച പെരുന്നാളാകാനുമാണ് സാധ്യത കൂടുതൽ. ഇനി അതെല്ലാം വല്ല ശക്തമായ മഴയോ കാർമേഘമോ കാരണമായി മാസം കാണാൻ തടസ്സമുണ്ടായാൽ മാത്രമാണ് 30 കടക്കാനും ഒരു വെള്ളി കൂടി റമദാൻ ലഭിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവും. റബ്ബിന്റെ തീരുമാനം എന്താ നമുക്കറിയില്ല. എന്താണെങ്കിലും റമദാനിന്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഉള്ളത്.
ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായ റമദാൻ എന്നത് കഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഒരു വേദനയും അതോടൊപ്പം ഒരു ആത്മപരിശോധനയുമൊക്കെ അനിവാര്യമാണ്. ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇനിയുമുണ്ട് വേണമെങ്കിൽ തിരിച്ചറിയാനും പശ്ചാത്തപിക്കാനുമെല്ലാമുള്ള ഏതാനും ദിവസങ്ങൾ മുമ്പിൽ ബാക്കിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ റമദാനെല്ലാം വന്നിട്ടും ഇങ്ങനെയെല്ലാം ആയിട്ടും ഇതൊന്നും അറിയാത്തൊരു വലിയ സമൂഹം പുറത്തുണ്ട് എന്നുള്ളത് വേദനാജനകമാണ്. ഒരു വേള മറ്റു മാസങ്ങളിലുള്ള അത്ര പോലും ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് മുസ്ലിമീങ്ങളിൽ തന്നെ. കേവലം കച്ചവടങ്ങളും റമദാൻ സീസണൽ ഏർപ്പാടുകളുമൊക്കെയായി അത് രാപ്പകലുകൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സാധാരണ പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് പോലും ഈ റമദാനിൽ പള്ളിയിൽ പോകാൻ കഴിയാത്തവർ, ഒരു തറാവീഹ് പോലും നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവർ, ഖുർആൻ കാര്യമായി ഒന്നെടുത്ത് ഓതാൻ പോലും സാധിച്ചിട്ടില്ലാത്തവർ, അങ്ങനെയുള്ള നഷ്ടക്കാരായ ആളുകളുണ്ട്. റമദാനിന്റെ അവസാന രാത്രിയിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നുവെന്നാണ്, യാ ലൈത ശഇരി മനിൽ മഖബൂൽ ഫനുഹന്നിഅഹു. ആരാണ് സ്വീകരിക്കപ്പെട്ടവർ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്കവരെ അഭിനന്ദിക്കാമായിരുന്നു. അതല്ല, ആരാണ് മഹ്റൂമീങ്ങളായ ആളുകൾ, ഈ ഖൈറെല്ലാം നഷ്ടപ്പെട്ടു പോയ തടയപ്പെട്ട ആളുകൾ ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ഒരു അനുശോചനം നമുക്ക് അറിയിക്കാമായിരുന്നുവെന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നുവെന്നാണ്. നമ്മൾ ഈ സമയത്ത് ഈ രണ്ടിൽ ഏത് ഗണത്തിലാണ് ഞാൻ ഉൾപ്പെടുക എന്ന ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. ഇത്രയും ദിവസങ്ങളായി നന്മകളിലേക്ക് മുന്നേറാൻ അവസരമുണ്ടായോ? റബ്ബുമായി അടുക്കാൻ അവസരമുണ്ടായോ? തഖ്വ വർദ്ധിക്കാൻ, ഈമാൻ കൂടാൻ നിമിത്തമായി മാറിയോ? തഖ്വയുണ്ടാകാനാണ് നോമ്പ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നാം ആദ്യ ദിവസങ്ങളിൽ കേട്ട വചനമാണ്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ പകൽ പട്ടിണി കഴിഞ്ഞാൽ പടച്ച റബ്ബിന് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. നമ്മൾ ആരും ഭക്ഷണം കഴിക്കാതിരുന്നാൽ പടച്ച റബ്ബിനെ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്കാണ് ലാഭമുണ്ടാവേണ്ടത്. ആ ലാഭമാണ് തഖ്വ. ഈമാൻ വർദ്ധിക്കുക, തഖ്വ കൂടുക, റബ്ബിലേക്കുള്ള സാമീപ്യം നേടാൻ കഴിയുക, നരകമോചനം ലഭിക്കുക, സ്വർഗപ്രവേശത്തിന് യോഗ്യത നേടുക. ഇതാണ് ഈ ദിവസങ്ങൾ കൊണ്ട് നേടേണ്ടിയിരുന്നത്. അത് എത്ര കണ്ട് ചെയ്യാൻ കഴിഞ്ഞുവെന്നത് ആത്മപരിശോധനയാണ് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും സ്വയം നടത്തേണ്ടത്. അതല്ല എല്ലാ വർഷത്തെയും പോലെ ഈ റമദാനും അതിനെ കഴിഞ്ഞുപോയി എന്നാണെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. തിരിച്ചുപിടിക്കാൻ ഇനിയുമുള്ള ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ദിവസങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് എന്നോടും നിങ്ങളോടുമൊക്കെ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹ്, കുറെയൊക്കെ നന്മകൾ ചെയ്യാൻ റബ്ബ് അവസരം നൽകി. പള്ളികൾ സജീവമായി, ജമാഅത്തുകൾ സജീവമായി, ധാരാളം നന്മകൾ ഈ ദിവസങ്ങളിൽ നടന്നു. അൽഹംദുലില്ലാഹ്, റബ്ബെല്ലാം കബൂലാക്കുമാറാവട്ടെ. പ്രതീക്ഷിക്കാത്ത ധാരാളം ഖൈറുകളാണ് സമുദായത്തിൽ നടന്നത്. പള്ളികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയുമൊക്കെ ധാരാളം നന്മകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഖൈറുകളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട സന്ദർഭങ്ങളാണ് ഇപ്പോൾ റമദാനുകളൊക്കെ. എല്ലാ പള്ളികളും സജീവമാണ്. എല്ലാ പള്ളികളിലും നല്ല ദീനിയായ ഉത്ബോധനങ്ങൾ ഖുർആനിൽ ഓതുന്ന ധാരാളം ആളുകൾ സ്ഥിരമായ എല്ലാ ജമാഅത്തിനും സജീവമായി പങ്കെടുക്കുന്ന, സജീവമായി നിൽക്കുന്ന പള്ളികൾ, നോമ്പ് തുറകൾ, ദാനധർമ്മങ്ങൾ, എത്രയോ ആളുകളാണ് നമുക്ക് സമീപിച്ചു വരികയും ഏത് പള്ളിയിൽ പോയാലും അൽഹംദുലില്ലാഹ് ആർക്കും നിരാശപ്പെടാനില്ലാത്ത വിധം അത്തരം നന്മകളിൽ ഭാഗമാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം സമുദായത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം എല്ലാ നന്മകളും കബൂലാക്കുമാറാവട്ടെ. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, ഇതിലേക്ക് ആലോചിക്കുകയും ചെയ്തിട്ടില്ലാത്ത, ഏറി വന്നാൽ നോമ്പ് നോറ്റു അതിനപ്പുറത്ത് മറ്റൊന്നുമില്ലാത്ത ഭാഗ്യം കെട്ട മനുഷ്യന്മാരും സമുദായത്തിൽ ഉണ്ട് എന്നുള്ളത് വേദനാജനകമാണ്. അവർക്ക് റമദാനായാലും വേണ്ടില്ല, വെള്ളിയാഴ്ച ആയാലും വേണ്ടില്ല, പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല.
ഒരുപക്ഷെ ഒരു കച്ചവടങ്ങൾ കുറച്ചുകൂടെ സീസണായപ്പോ കുറച്ചുകൂടി തിരക്ക് കൂടി അഡീഷണൽ സ്റ്റാഫിനെ വെച്ച് നേരത്തെ വൈകുന്നേരം പൂട്ടിപ്പോകുന്നത് ഇപ്പൊ രാത്രി കൂടി തുറന്നു വെക്കുന്ന അവസ്ഥയ്ക്ക് മാറിയിട്ട് മറ്റെല്ലാ ഖൈറുകളും നഷ്ടമായി പോകുന്ന ചില മഹറൂമീങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രയാസം തന്നെയാണ്. നമ്മളങ്ങനെ മഹറൂമായി മാറാൻ പാടില്ല. നമുക്ക് മഖബൂലിയങ്ങളായി മാറണം, സ്വീകരിക്കപ്പെട്ടവരായി മാറണം. ആ ആശങ്കയാണ് ഇനി നമുക്ക് ആവശ്യം. അമലുകൾ ചെയ്തതിലുള്ള വല്ലാത്തൊരു ആത്മനിർവൃത്തിയല്ല വേണ്ടത്, ഇത് സ്വീകരിക്കപ്പെട്ടോ എന്ന ആ ബേജാറാണ് നമുക്ക് വേണ്ടത്. മുൻകാല ആളുകൾ പെരുന്നാൾ ദിവസത്തിൽ പോലും വിഷമിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്താണ് പെരുന്നാളിൽ എന്റെ ഒരു സന്തോഷമില്ലാത്തത്? അവർ പറഞ്ഞ മറുപടി, എന്റെ അമലെല്ലാം സ്വീകരിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സന്തോഷിക്കാമായിരുന്നു, അതറിയാതെ എനിക്കെന്ത് സന്തോഷമാണ് എന്നാണ്. ഈ വചനം അതാണ്, അവർ നൽകുന്നു, പക്ഷേ അവരുടെ മനസ്സിലല്ലാത്ത പേടിയാണ്, റബ്ബിലേക്ക് മടങ്ങുമെന്ന ഭയമുള്ളവരാണ് എന്ന ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയെ, ഈ ആയത്ത് മദ്യപിക്കുന്ന വ്യഭിചരിക്കുന്ന ആളുകളെ പറ്റിയാണോ ഈ ആയത്ത്? അല്ല, ഇബ്നത്ത് സിദ്ദീഖിന്റെ പുത്രി, അങ്ങനെയല്ല, അവരെക്കുറിച്ചല്ല. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, നന്മകൾ ചെയ്യുന്നവരാണ്. അതോടൊപ്പം അവർ ഭയപ്പെടുന്നു, അല്ലാ യുതഖബ്ബല മിൻഹും, അത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയമുള്ളവരാണ്. അവരെക്കുറിച്ചാണ് ഈ വചനമെന്നാണ്. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ നോമ്പെടുത്തു, അത് സ്വീകരിച്ചോ ഇല്ലേ? കുറച്ചൊക്കെ ദാനധർമ്മങ്ങൾ നൽകി, അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ? അതല്ല, മറ്റു പല കാര്യങ്ങളാൽ തള്ളപ്പെട്ടു പോയേക്കുമോ? തള്ളപ്പെട്ടു പോയാൽ വമ്പൻ നഷ്ടമാണ് സംഭവിക്കുന്നത്. നമ്മുടെ അമലുകളൊക്കെ ധാരാളം പോരായ്മകൾ നിറഞ്ഞ അമലുകളാണ്, എമ്പാടും പോരായ്മകൾ നിറഞ്ഞ അമലുകളാണ്. പലപ്പോഴും നീയത്ത് ശരിയല്ല, ഉദ്ദേശശുദ്ധി ശരിയല്ല, ആളുകളെ കാണിക്കാനും പേരിനും പെരുമക്കും വേണ്ടിയാണ് പല കാര്യങ്ങളിലും നമ്മളൊക്കെ ഭാഗവാക്കാകുന്നത്. മോശമല്ലേ, അവിടെ ഉണ്ടായില്ലെങ്കിൽ മോശമല്ലേ, ആളുകളെന്താ വിചാരിക്കുക, കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെയുള്ള മനസ്സാണ് പലപ്പോഴും പല നന്മകൾക്ക് നിമിത്തമായി മാറാറുള്ളത്. അല്ലാതെ റബ്ബിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഉദ്ദേശവുമില്ലാതെ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ എന്ന് പറഞ്ഞ നിങ്ങളിൽ ഒരു പ്രത്യുപകാരം പോലും പ്രതീക്ഷിക്കുന്നില്ല, പ്രതിഫലം പോലും കാംക്ഷിക്കുന്നില്ല, പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശമെന്ന ആ മനസ്സിൽ നന്മകൾ ചെയ്യാൻ പലപ്പോഴും നമുക്കൊന്നും സാധിക്കുന്നില്ല. അതിനപ്പുറത്ത് മറ്റു പല താല്പര്യങ്ങളുമാണ്, മറ്റു പല ഉദ്ദേശങ്ങളുമാണ്. ശരിയായി ഖിലാസുണ്ട് എന്ന് പറയുന്ന വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും ഇഖ്ലാസ് ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇഖ്ലാസ്? അദ്ദേഹം പറഞ്ഞ മറുപടി കാണാം, അയ്യകുൽ മദ്ഹു വൽദമ്മു ഫീ ഹഖ്ഖിഹി സവാ. പ്രശംസയും ആക്ഷേപവും ഒരുപോലെയായി മാറുന്നുവെങ്കിൽ അതാണ് ഇഖ്ലാസ്. ഒരു കർമ്മം ചെയ്തു കഴിയുമ്പോൾ നന്നായിട്ട് ഉഷാറായി, വളരെ നന്നായിട്ടുണ്ട് എന്ന് പ്രശംസിച്ചാൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇനി ആക്ഷേപിച്ചാലോ അതും ഒന്നും തോന്നുന്നില്ല, കാരണം അവന്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത്, ഇവന്റെ ആക്ഷേപത്തെ ഭയന്നുകൊണ്ടുമല്ല ചെയ്തത്. എല്ലാം പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ്. പ്രശംസ കിട്ടിയാൽ നമുക്കൊന്ന് തരക്കേടില്ല തോന്നുകയാണ്, നമുക്കൊരു കിബറ്, ഒരു വലിപ്പത്തരം കൂടുകയാണ്, ഇഖ്ലാസിന്റെ കുറവാണ് എന്ന്. ഒരു കർമ്മം ചെയ്തു, ഒരു ദീനിയായ പ്രവർത്തനം നടത്തി, ദഅവത്ത് നടത്തി, ഒരു ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമല് ഭാഗവാക്കായി കഴിഞ്ഞ വലിയ ആക്ഷേപം ശരിയായില്ല, എന്തെങ്കിലും ഇങ്ങനെ എവിടെ നോക്കിയാ ചെയ്യുന്നത്, ആക്ഷേപം വരുമ്പോ എന്നാ ഇനി ഞാനില്ല എന്നാണെങ്കിൽ ആ ആക്ഷേപം ഭയന്നുകൊണ്ടാണ് അവൻ ചെയ്തിട്ടുള്ളത്, അല്ലാഹുവിന് വേണ്ടിയല്ല. പടച്ച റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇഖ്ലാസുള്ള അമൽ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആക്ഷേപമോ ആളുകളുടെ പ്രശംസയോ അവനെ ബാധിക്കുന്നേയില്ല, അതവൻ പരിഗണിക്കുന്നു പോലും. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള മനസ്സെന്ന് പറഞ്ഞു അള്ളാന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്, അതല്ലാതെ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലവും കാംക്ഷിക്കുന്നില്ല, ഒരു പുഞ്ചിരി പോലും. നമ്മുടെ ആനുകൂല്യം പറ്റിപ്പോയ മനുഷ്യൻ പിറ്റേന്ന് കാണുമ്പോ മൈൻഡ് ചെയ്യാതെ പോയാൽ, നമ്മളെ കണ്ട് ചിരിക്കാതെ പോയാൽ, എന്താ ഇന്നലെ വീട്ടിൽ വന്ന് അയാൾ വാങ്ങിപ്പോയ എന്നിപ്പോ കണ്ട ഭാവമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ നൽകിയത് നമ്മെ പരിഗണിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പടച്ച റബ്ബിന് വേണ്ടിയല്ല. വലാ ശുകൂറ, നന്ദി പോലും പ്രതീക്ഷിക്കുന്നില്ല. ശൈഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരാൾക്ക് നന്മ ചെയ്തു കൊടുത്തു,
അയാൾ വലിയ സന്തോഷം പറഞ്ഞു, എന്ത് വേണമെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ തയ്യാറാണ് എന്ന് അയാൾ പറയുമ്പോ നീ പറഞ്ഞു ഒന്നും വേണ്ട, എനിക്കൊരു പ്രാർത്ഥിച്ചാൽ മതി, ഒന്നും വേണ്ട, നീ ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോലും ഈ ആയത്തിൽ നിന്ന് നീ പുറത്തുപോയി. കാരണം അയാളുടെ പ്രാർത്ഥന എന്നുള്ളത് എനിക്കുള്ള പ്രത്യുപകാരമാണ്. അത് അയാൾ ചെയ്തോട്ടെ, അത് അയാളുടെ ബാധ്യതയാണ്, അത് അയാളുടെ ബാധ്യത. അയാളെ സഹായിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാളുടെ ബാധ്യത. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ കർമ്മം ചെയ്താൽ അതുപോലും നീ അയാളിൽ നിന്ന് തിരിച്ചൊന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അതുപോലും ഈ ആയത്തിന്റെ പുറത്താണ്. അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ അത്രയേറെ അവന് ശ്രദ്ധ പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രം, മറ്റൊന്നും ആലോചിക്കുന്നില്ല. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങളെ ദാനധർമ്മങ്ങളെ ബാത്തിലാക്കാൻ പാടില്ല. ബിൽ മന്നി, എടുത്തു പറഞ്ഞുകൊണ്ട്, വൽ അദാ, അതിന്റെ പേരിൽ ചൂഷണങ്ങൾ പീഡനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ദാനധർമ്മങ്ങളെ ബാത്തിലാക്കാൻ പാടില്ല. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ് വലാ യുഅ്മിനു ബില്ലാഹ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെ പോലെ. അല്ലാഹു ഉദാഹരണം പറഞ്ഞത് ഫമസലുഹു കമസലി സുഫാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ. ഒരു മിനുസമുള്ള പാറയിൽ അല്പം മണ്ണുണ്ടായിരുന്നു. ആ പാറയ്ക്ക് മുകളിൽ ശക്തമായ മഴ പെയ്തു. ഈ മണ്ണെല്ലാം കുത്തിയൊഴുകി താഴോട്ട് പോയി ആ പാറ നല്ല മിനുത്ത പാറയായി ബാക്കിയാകുന്നത് പോലെയാണ്. കർമ്മം ചെയ്യുമ്പോൾ ഒരു അമലവുണ്ട്. റിയാ വരുമ്പോൾ, ലോകമാന്യം വരുമ്പോൾ, എടുത്തുപറയൽ വരുമ്പോൾ, ഇത്തരം ദുരുദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു മഴ പെയ്ത് കുത്തിയൊഴുകി പോകുന്ന പോലെ ഈ കർമ്മങ്ങളെല്ലാം ഒലിച്ച് ഇല്ലാതായി പോകും. ഇതാണ് അവന്റെ ഉദാഹരണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെട്ടത്. ചെയ്ത അമലുകളുടെ ആധിക്യമല്ല നമ്മൾ കാണേണ്ടത്. ഞാൻ കുറെ നിസ്കരിച്ചല്ലോ, എല്ലാ ദിവസവും പള്ളി വന്നല്ലോ, അവസാനത്തെ 10 ഖിയാമുൽ ലൈലും വന്നല്ലോ, കുറെ സ്വതക്ക ചെയ്തല്ലോ എന്നല്ല. ഇതൊക്കെ എത്ര കണ്ട് സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മെക്കാൾ നഷ്ടക്കാർ മറ്റാരും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാളെ പരലോകത്ത് ഇത് കിട്ടിയില്ല എങ്കിൽ നമ്മെക്കാൾ നഷ്ടക്കാര അല്ലാത്ത ദുനിയാവെങ്കിലും കിട്ടി, അല്ലാത്തവർക്ക് ദുനിയാവെങ്കിലും കിട്ടി. നമ്മളെ സംബന്ധിച്ച് ദുനിയാവ് തൽക്കാലം വേണ്ടെന്ന് വെച്ചു റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി. പക്ഷേ അതും കിട്ടാതെ പോയാലോ? ഖസ്റത്ത് ദുനിയാ വൽ ആഖിറ എന്ന് പറഞ്ഞ ദുനിയാവും നഷ്ടമായി, പരലോകം നഷ്ടമായി. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം അതാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചെങ്കിൽ അത്തരം ഒരു ആളുകൾ വിടുമോ എന്ന ആശങ്കയാണ് ഇനി നമുക്ക് വേണ്ടത്. നമ്മുടെ അമലിന്റെ ആധിക്യം അത്ര ഖുർആൻ ഓതി, ഞാൻ ഇത്ര സ്വതക്ക ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഈ റമദാൻ കുറേയൊക്കെ ചെയ്തു എന്നല്ല. അതൊക്കെ സ്വീകരിക്കപ്പെടുമോ? നമ്മുടെ ഉദ്ദേശശുദ്ധി പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. ലോകമാന്യമാണ്, ആളുകളെ കാണാനും കാണിക്കാനും പെരുമക്കും വേണ്ടിയാണ്. പല സ്ഥലത്തും പോസ്റ്ററായി, ഫോട്ടോയായി, വാർത്തയായി പത്രങ്ങളിൽ വരുമ്പോ അതിനുവേണ്ടിയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം, അറിയപ്പെടണം, പേരുണ്ടാവണം, പെരുമയുണ്ടാകണം, ഞാൻ അവിടെ അംഗീകാരം ലഭിക്കണം എന്ന ഉദ്ദേശമാണെങ്കിൽ എല്ലാവരും എന്താണ് ഉദ്ദേശിച്ചത് അത് കിട്ടുമെന്നല്ലാതെ അതിനപ്പുറം മറ്റൊന്നും അവർ പ്രതീക്ഷിക്കാനില്ല. നഷ്ടക്കാരായി മാറാതിരിക്കണം. ഈ ഭയം, ഈ ആശങ്ക നമുക്ക് വേണം. റബ്ബ് സ്വീകരിക്കുമോ? പോരായ്മകൾ എമ്പാടുമുണ്ട്. അമലുകളിൽ ധാരാളം പോരായ്മകളുണ്ട്, നമുക്കറിയാം. നമ്മൾ തന്നെ ദുർബലന്മാരാണ്, ഈമാന് കൊണ്ട് ദുർബലന്മാരാണ്, തഖ്വയിൽ നമ്മൾ ദുർബലന്മാരാണ്, അറിവിൽ നമ്മൾ ദുർബലന്മാരാണ്. കാര്യമായി ഒന്നുമില്ലാത്ത സാധുക്കളാണ് നമ്മൾ. കാര്യമായി ദീനൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ. വിശുദ്ധ ഖുർആൻ പോലും മര്യാദക്ക് തെറ്റുകൂടാതെ ഓതാൻ പറഞ്ഞാൽ അത് ഓതാൻ കഴിയുമെന്ന് ധൈര്യസമേതം പറയാൻ പറ്റുക എത്ര മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ധാരാളം മുമ്പിൽ നിർത്തി ഖുർആൻ ഓതാൻ പറഞ്ഞാൽ, ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ പോലും പലപ്പോഴും നമുക്കൊക്കെ ഒരു മടിയലേ. അത് ശരിയാവും. എല്ലാ ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായും ഓതുന്ന ഫാത്തിഹ സൂറത്ത് പോലും ധാരാളം മുമ്പിൽ വന്ന് ഫാത്തിഹ ഓതുന്നത് ഞാൻ ഓതിയാൽ ശരിയാവൂല എന്നല്ലേ നമ്മിൽ പലരും പറയാം. അത്രയേ ഉള്ളൂ നമ്മളൊക്കെ. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പോലും അർത്ഥമറിഞ്ഞുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കാൻ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കും. ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള 114 സൂറത്തുകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് ഒന്ന് വായിക്കണം. ഖുർആന്റെ അർത്ഥം ഒരു ആവശ്യമെങ്കിലും ഒന്ന് കംപ്ലീറ്റ് വായിക്കണം എന്ന ഒരു ചിന്തയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രാർത്ഥനയെങ്കിലും പഠിച്ചോനെ മരിക്കുന്ന മുമ്പ് നിന്റെ കലാം ഒന്ന് അർത്ഥസഹിതം ഒരു പ്രാവശ്യം ഒന്ന് കംപ്ലീറ്റ് വായിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല. അതാ നമ്മുടെ ഈമാനിന്റെ നിലവാരം. നിസ്കാരം കൺകുളിർമയാണ് നിബിധങ്ങൾക്ക് എന്നാണ് നമ്മളെ സംബന്ധിച്ചോ. നിസ്കാരം പലപ്പോഴും കൺകുളിർമയല്ല. എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇഖാമത്ത് വിളിക്കാൻ സമയമായാൽ നബി തങ്ങൾ ബിലാലിനോട് പറയും, അരിഹ്നാ യാ ബിലാൽ ബിസ്സലാ. ബിലാലെ ഇഖാമത്ത് വിളിക്കുക പറയുന്നത്. പക്ഷെ ഉപയോഗിച്ച വാക്കെന്താ? ബിലാലെ നിസ്കാരം കൊണ്ട് റാഹത്ത് തരൂ, നിസ്കാരം കൊണ്ട് റാഹത്ത് തരൂ. അപ്പൊ കേട്ടാ ബിലാലിന് മനസ്സിലായി ഇഖാമത്ത് വിളിക്കാൻ പറയാം. അവർക്ക് നിസ്കാരം റാഹത്തായി. നമ്മളെ സംബന്ധിച്ച് നിസ്കാരം രണ്ടിനും നീണ്ടാത്ത എന്താപ്പന്നത് കുറച്ച് അധികമായല്ലോ, ഇത് ഖിറാഅത്ത് കുറച്ച് കൂടിയല്ലോ, ഖുത്ബദേശം നീണ്ടല്ലോ എന്നാ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും. ഞാനും അങ്ങനെ തന്നെ. അതാ നമ്മളൊക്കെ നിലവാരം. നമുക്ക് അത്രേ ഉള്ളൂ. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ വജഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് എന്റെ പരലോകത്തേക്കുള്ള വിഭവമാണ് ഞാൻ ശേഖരിക്കുന്നത് എന്ന ആ ചിന്തയിൽ പള്ളികൾ ഉപയോഗപ്പെടുത്താൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ ഒന്നും പലപ്പോഴും നമുക്കൊന്നും പറ്റുന്നില്ല. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മുടെ ഈമാനത്രേ ഉള്ളൂ, തഖ്വ ഉള്ളൂ, നമ്മുടെ ഇൽമത്രയേ ഉള്ളൂ. ദീനു പഠിക്കാൻ നമുക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടില്ല. കിട്ടിയ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്നാലും നമ്മുടെ അഹങ്കാരത്തിന് തൻപോരിമക്ക് കുറവൊന്നുമില്ല. നമ്മളൊക്കെല്ലാം തികഞ്ഞവരാണെന്ന് നമ്മൾ തോന്നൽ. നമ്മളൊക്കെ തികഞ്ഞോല. നമ്മളെന്താ എല്ലാ വകുപ്പും പള്ളി വരുന്നുണ്ടല്ലോ, എല്ലാ നന്മയിലുണ്ടല്ലോ, ഭയങ്കര സജീവാണല്ലോ, മറ്റൊരൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് ദീനിന്റെ കാര്യത്തിൽ മേൽപോട്ട് നോക്കേണ്ടത്. ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ മേലെയുള്ളവരേക്ക്, നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മേക്കാൾ തഖ്വയുള്ളവർ, നമ്മേക്കാൾ ഇബാദത്തുള്ളവർ, അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിലാണ് താഴോട്ട് നോക്കാൻ പറഞ്ഞത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, താഴെയുള്ളവരേക്ക് നോക്കുക, അതാണ് നല്ലത്. എന്തിന്? ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. പടച്ചറബ് തന്ന നിഅമത്തുകളെ ചെറുതായി കാണാതിരിക്കാൻ നല്ലത്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴോട്ട് നമ്മളെക്കാൾ പ്രയാസമുള്ളവർ, നമ്മെപ്പോലെ സൗകര്യമില്ലാത്തവർ, ഒരു വീടില്ലാത്തവർ, സ്വന്തമായി വാഹനമില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രയാസമിരിക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ അവരെ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ വലിയ സുഖത്തിലാണ്. ദീനിന്റെ കാര്യത്തിലോ നമ്മേക്കാൾ നേരേക്ക് നോക്കുക. എത്ര മനുഷ്യന്മാർ റമദാൻ പൂർണ്ണമായും എല്ലാം ഒഴിവാക്കി പള്ളി വന്ന് കൂടി ഓരോ ദിവസവും ഒരു ഖത്തമെന്ന മറ്റൊക്കെ ഓതിപ്പോകുന്ന ഭാഗ്യവാന്മാർ ഇക്കാലത്തുണ്ട്. എല്ലാ നിസ്കാരം കൃത്യമായി കിട്ടിയവർ, ഒരു വഖ്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടാത്ത മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ഒരു വഖ്ത് റമദാനിൽ ഇന്ന് വരെ ഈ 23ാമത്തെ റമദാനിലേക്ക് എത്തുമ്പോൾ ഒരു വഖ്ത് പോലും നഷ്ടപ്പെടാതെ 115 വഖ്തും ജമാഅത്തായി നിസ്കരിച്ച ഭാഗ്യവാന്മാർ ഉണ്ടാകും. റബ്ബ് കബൂലാക്കുമാറാവട്ടെ. എല്ലാ റവാത്തിബും മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ, ദുഹാ നിസ്കാരങ്ങൾ, വിത്ർ, തറാവീഹ് അടക്കം എല്ലാ സുന്നത്തുകളും ഒന്നൊഴിയാതെ എല്ലാം ശ്രദ്ധിച്ച് നിർവഹിച്ച മനുഷ്യന്മാരുണ്ടാകും. അങ്ങനത്തെ ആളുകളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്. എന്താ എന്റെ അവസ്ഥ, എന്താ എന്റെ നിലവാരം? റമദാൻ മാസം വന്ന് അത് കഴിഞ്ഞുപോയി, എന്താ എനിക്ക് നേടാൻ പറ്റിയെന്ന, ഞാൻ ഒന്നുമല്ല എന്ന അമലിന്റെ കാര്യത്തിൽ, ഈമാന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ ഒന്നുമല്ല എന്ന ആ മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. നബി ഞങ്ങളുടെ സ്വഹാബി ഹൻദല റളിയല്ലാഹു അൻഹു ചിന്തിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫഖ ഹൻദല, ഹൻദല മുനാഫിഖാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ കപടനാണ്, ഞാൻ ശരിയായ മുഅ്മിനല്ല, ഞാൻ കപടവിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കുമ്പോ നമുക്ക് സ്ത്രീകൾ എന്താണ് ഹൻദല പറഞ്ഞത്? നിങ്ങൾ മുനാഫിക്കോ? എന്താ ഈ പറയുന്നത്? അതെ, ഞാൻ നബിയുടെ മുമ്പിലിരിക്കുമ്പോൾ, നബി ഞങ്ങൾ സ്വർഗം പറയുമ്പോൾ, നരകം പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഭക്തിയാണ്, വല്ലാത്ത തഖ്വയാണ്. പക്ഷെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ അതൊന്നുമല്ല പിന്നുള്ള കോലം. വീട്ടിലെത്തും മക്കളെ കാണുമ്പോ, വീട്ടിൽ ഇടപഴകുമ്പോ ഇതൊക്കെ മറക്കാണ്. അപ്പൊ അവിടെ ഒരു രീതിയും ഇവിടെ മറ്റൊരു രീതിയും, ഇതിലേക്ക് ആ പറ്റം. അവിടെ ഞാൻ കപടനായിരിക്കുന്നുവെന്ന് സ്വയം പ്രഖ്യാപിക്കും. ശ്രദ്ധിക്കുക. എങ്കിൽ എന്തല്ല, അത് നിങ്ങൾ മാത്രമല്ല ഇരിക്കേണ്ട അവസ്ഥ. നമുക്ക് നബിയോട് ചോദിക്കാം. നബിയെ ചെന്ന് കണ്ടു പറഞ്ഞു. നബി ഞങ്ങൾ സമാധാനിപ്പിച്ചു, ഓരോന്നിനും ഓരോ സമയമുണ്ട്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. എല്ലാ സമയത്തും ഒരേപോലെ ആവാൻ പറ്റണമെന്നില്ല. നിങ്ങൾ പള്ളിയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അതേ അവസ്ഥയിലാണ് ജീവിതത്തെ എല്ലാ സമയവുമെങ്കിൽ മലക്കുകൾ നിങ്ങളെ മുസാഫത്ത് ചെയ്യുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സഹോദരന്മാർ, നമ്മളെ പറ്റി ഒരു ആത്മപരിശോധന. എന്താണ് എന്റെ ലെവൽ? എന്താ എനിക്കുള്ളത്? ഇന്ന് മരിച്ചാൽ കൊണ്ടുപോകാൻ കൈവശം ഉണ്ടാവുക. ഇന്നങ്ങ് മരിച്ചാൽ എന്താണ് ആ യാത്രയിൽ കൈവശമുള്ള സാദ്? യാത്രാ വിഭവങ്ങളെ ശേഖരിക്കണം, പാഥേയമൊരുക്കണം. എന്ത് പാഥേയമാണ് എന്റെ കൈവശമുള്ളത്? എന്ത് വിഭവമാണ് കൈവശമുള്ളത്? തഖ്വയുണ്ടോ, ഈമാനുണ്ടോ, അറിവുണ്ടോ, അമലുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല. പടച്ച റബ്ബിന്റെ ഫദ്ലല്ലാതെ, അവന്റെ റഹ്മത്തല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല. ആ റഹ്മത്തിനെ ചോദിക്കുക, അഫ്വിനെ ചോദിക്കുക. അതാ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, നീ മാപ്പ് നൽകുന്നവനാണ്,
മാപ്പ് നൽകിയത് നിനക്ക് ഏറെ ഇഷ്ടമാണ്, നീ എനിക്ക് മാപ്പ് നൽകണേ എന്ന് വർദ്ധിപ്പിക്കാനാ നബി ഞങ്ങളെ പഠിപ്പിച്ചു. ആയിഷ ബീവി ചോദിച്ച നബിയെ, ലൈലത്തുൽ ഖദ്റാണ് എന്ന് സാധ്യതയുള്ള ദിവസമായി കഴിഞ്ഞാൽ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നബി ആകെ പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥന, അതിലെല്ലാം ഉണ്ട്, എല്ലാം അതിലുണ്ട്. അതാ പ്രാർത്ഥനയുടെ മഹത്വം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിച്ചോന്നാ നബി തങ്ങളുടെ പരിഹാരം. നമ്മളത് വർദ്ധിപ്പിക്കും, മനസ്സറിഞ്ഞ് വർദ്ധിപ്പിക്കും. റബ്ബുമായി സ്വകാര്യമായ സംഭാഷണങ്ങൾ, സ്വസ്ഥമായി അള്ളാഹിനോട് മനസ്സ് തുറന്ന് എല്ലാം പറയാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൾക്കൂട്ടത്തിൽ കൂടുതൽ മാത്രമല്ല, പള്ളി വന്ന് ഇത്തികാഫിരിക്കും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും അങ്ങനെ വർത്തമാനവും തമാശയും ശരിയും കളിയുമായിട്ട് അങ്ങനെ മാത്രം പോകേണ്ടതല്ല. കുറച്ച് സമയമെങ്കിലും സ്വസ്ഥമായി ഫോണടക്കം മാറ്റിവെച്ച് പടച്ച റബ്ബിലേക്ക് കൽബ് തിരിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്തിക്കാം. സൗദി അറേബ്യയിലെ ഒരു ജീവിച്ചിരുന്ന പണ്ഡിതൻ എഴുതിയ കിതാബിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, കൽബുകൾ എഴുത്തികാഫിരിക്കട്ടെ, ശരീരം എഴുത്തികാഫിരുന്നാൽ മാത്രം പോരാ, കൽബിലാണ് എഴുത്തികാഫ്. പലപ്പോഴും കൽബ് എഴുത്തികാഫില്ല, തടി പള്ളിയുണ്ടാവും, എന്നാൽ ശരീരം മനസ്സ് ആ ശരീരത്തിന്റെ കൂടെയില്ല. അത് പലയിടത്തുമാണ്, അത് പലയിടത്തും അങ്ങനെ കറിയിറക്കുകയാണ്, തടി പള്ളിക്കലാണ്, അത് പോരാതാണ്. ഒരു സഹോദരൻ, ആ നിലയ്ക്കുള്ള മാറ്റത്തിനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ആത്മാർത്ഥമായി പരസ്പരം ദുആ ചെയ്യുക, റബ്ബ് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മളായിട്ട് നഷ്ടക്കാം. ഒക്കെ ചെയ്തിട്ട് അവസാനം റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ പരാജയപ്പെട്ടു പോയാൽ, ഇതെല്ലാം തള്ളപ്പെട്ടു പോയാൽ, എന്റെ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ട്, എന്റെ അബദ്ധങ്ങൾ കൊണ്ട്, എന്റെ ശിർക്ക് കൊണ്ട്, ബിദ്അത്ത് കൊണ്ട് ഇതെല്ലാം തള്ളപ്പെട്ടു പോകുന്നു എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ രക്ഷയില്ല. നരകത്തിൽ കിടക്കുന്ന സാഹചര്യം ആലോചിക്കാൻ പോലും പറ്റിയതല്ല. ലോകം കണ്ട തമ്മാടികളെ കൂട്ടത്തിൽ, തോന്നിവാസികളെ കൂട്ടത്തിൽ, അബൂലഹബിന്റെയും അബൂജഹലിന്റെയും ഫിർഔനിന്റെയും ഒക്കെ കൂടെ, പിശാചുക്കളുടെ കൂടെ നരകാഗ്നിയിൽ ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ കാലാകാലങ്ങൾ യുഗങ്ങളോളം അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരുമെന്ന ആ ഒരു ഭാഗ്യം കെട്ട സാഹചര്യം ഇല്ലാതിരിക്കണം. പടച്ചവരെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ അമലുകൾ അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത്. നോമ്പ് കഴിഞ്ഞ് ഇനി അടുത്ത നോമ്പിൽ നോക്കാം എന്നല്ല. വിശ്വാസിക്ക് ജീവിതം മുഴുവൻ നോമ്പാണ്. അവൻ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടത് ജീവിതകാലം മുഴുവൻ റമദാനാണ് എന്ന മട്ടിലാണ് അവൻ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അല്ലാത്തപ്പോൾ ഏത് അമലാണ് നമുക്ക് ഒഴിവാകുന്നത്? ഫർളായ നോമ്പ് ഇല്ല എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ അമലും ഉൾപ്പെടെ ചെയ്തതൊക്കെ കൊല്ലം മുഴുവൻ ചെയ്യേണ്ടതാണ്. 5 വക്ത് നിസ്കാരം റമദാനിൽ മാത്രമല്ലല്ലോ, റവാത്തിബ് നിസ്കാരം റമദാനിൽ മാത്രമല്ലല്ലോ, വിത്ർ റമദാനിൽ മാത്രമല്ലല്ലോ, ദാനധർമ്മങ്ങൾ ഖുർആൻ പാരായണം ദിക്ർ ദുആ സ്വലാത്തുകൾ റമദാനിൽ മാത്രമല്ലല്ലോ. അത് ജീവിതത്തിൽ എന്നും ഉള്ളതാണ്. റമദാനിൽ മഹത്വം കൂടി എന്നേ ഉള്ളൂ, പ്രതിഫലം കൂടുന്നു എന്ന് മാത്രം. അല്ലാത്ത സമയത്ത് ഒഴിവാക്കാനുള്ളതല്ല. അതുകൊണ്ട് റമദാനിൽ കഴിഞ്ഞു പോകുമ്പോൾ ഇനി അടുത്ത റമദാനിലാവാമെന്നല്ല, ഇനി ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെയാകണമെന്നാണ് നമ്മൾ തീരുമാനിക്കുക. ഈ കിട്ടിയത്, ഈ തിരിച്ചറിവിൽ ഇതാണ് ഇനി എന്റെ ജീവിതം, ഇനി ഇതാണ് എന്റെ ജീവിത രീതി. ആ നിലക്കാണ് നമ്മൾ നമ്മളെ കാലത്ത് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ നോമ്പാണ് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഇനി അടുത്തെല്ലാം ആയുസ്സുള്ളവർക്ക് കാണാം എന്നല്ല. അത് ഫർള് നോമ്പിനാണ് കാത്തിക്കുന്നത്. മറ്റത് ഈ ഒരു മാസം കൊണ്ട് നേടിയത് ഇൻഷാ അല്ലാഹ് ഇനി ഇതാണ് എന്റെ ജീവിതം, ഇത് കഴിയും, നടക്കും എന്നിപ്പോ മനസ്സിലായി. 5 നേരം പള്ളിക്ക് പോകുക എന്നുള്ളത് കഴിയാത്ത കാര്യമല്ല എന്ന് ഈ റമദാന് കൊണ്ട് തെളിഞ്ഞല്ലോ. രാത്രി ദീർഘമായി നിസ്കരിക്കാൻ പറ്റായല്ല. 2 മണിക്ക് നിസ്കാരം വെക്കുമ്പോൾ 2:30 നിസ്കാരം വെക്കുമ്പോ നമ്മൾ അലാറം വെച്ച് എഴുന്നേറ്റ് പള്ളിക്ക് എത്തുന്നു. അപ്പൊ വേണമെങ്കിൽ ഏത് അട്ടപ്പാതിലാക്കും വിളിച്ചാൽ വരാൻ പറ്റും എന്നാണ് നമുക്ക് തെളിഞ്ഞത്. അത് റമദാൻ മാത്രമേ കഴിയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല എന്നില്ല.
ദാനധർമ്മങ്ങൾ മടുപ്പില്ലാതെ ചെയ്യാൻ നമുക്ക് പറ്റിയ അൽഹംദുലില്ലാഹ്. അത് തുടർന്ന് പോകണം. ദിക്റുകൾ ദുആകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി എല്ലാം തുടരണം. അതുകൊണ്ട് കൂടിയായിരിക്കാം റമളാൻ കഴിയുമ്പോഴും പ്രത്യേകം ചില അമലുകൾ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നു. പെരുന്നാളായ അന്ന് തന്നെ പെരുന്നാൾ നിസ്കാരം, രാവിലത്തെ തുടക്കം നിസ്കാരം കൊണ്ടാണ്. ഈ ഒരു കളക്ഷൻ വിട്ടുപോകാൻ പാടില്ല. അന്ന് പ്രത്യേകമായ തക്ബീറുകൾ, അന്ന് പ്രത്യേകമായ ചില സുന്നത്തുകൾ എല്ലാം പഠിപ്പിക്കപ്പെട്ടു. ഫിത്ർ സക്കാത്ത് ഇതിന്റെ ഭാഗമായി പഠിപ്പിച്ചു. റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കേണ്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത്. എല്ലാവരും അന്നത്തെ ഭക്ഷണത്തിന്റെ വക കഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല എന്നല്ല, അന്നത്തെ ഭക്ഷണം കഴിച്ച് വല്ലതും മിച്ചം വരാൻ ബാക്കിയുണ്ടോ, ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ അവർക്കെല്ലാം നൽകും. ഗർഭസ്ഥ ശിശുവിന് പോലും ഉസ്മാൻ അഫ്ഫാൻ ഫിത്ർ സക്കാത്ത് കൊടുത്തായിട്ട് കാണപ്പെട്ടു. നിർബന്ധമില്ല, പക്ഷെ അത്ര വരെ അവരുടെ താല്പര്യം കാണിച്ചു. വയറ്റുള്ള കുട്ടിക്ക് 4 മാസം പൂർത്തിയായ ഗർഭമാണെങ്കിൽ ആ കുട്ടിക്ക് വരെ ഉസ്മാൻ അഫ്ഫാൻ കൊടുക്കാൻ പറയുമായിരുന്നു. ഒരു സുന്നത്തുള്ളതേക്ക് ഒരു പ്രോത്സാഹനം, നിർബന്ധമില്ല. അത് കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സ്വാഴ് നാട്ടിലെ മുഖ്യ ആഹാരം. നമ്മളെ പള്ളി കേന്ദ്രീകരിച്ച് സംഘടിതമായി കൊടുക്കാൻ സംവിധാനമുണ്ട്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ കണക്കാക്കി. 100 രൂപ കണക്കാക്കി കുടുംബത്തിൽ എത്ര മെമ്പർമാരുണ്ടോ ആ എണ്ണം പൈസ ഏൽപ്പിച്ചാൽ ആ പണം കൊണ്ട് അരി വാങ്ങി അർഹതപ്പെട്ട ആളുകൾ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കും ഈ പള്ളിയുടെ ഭാരവാഹികൾ. അപ്പൊ ആ അവസരം ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുന്നു, ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. ഫഖീർ മിസ്കീൻ അവർക്കാണ് ഫിത്ർ സക്കാത്ത് പ്രധാനമായും നൽകേണ്ടത്. നബി ഞങ്ങൾ പറഞ്ഞത് തുഹ്റത്തൻ ലിസ്വാഇം വതുഅമത്തൻ ലിൽമസാകിൻ, നോമ്പുകാർക്ക് ശുദ്ധീകരണം, മിസ്കീന്മാർക്ക് ഒരു ഭക്ഷണവും, അതാണ് ഫിത്ർ സക്കാത്ത്. നോമ്പിൽ എന്തെങ്കിലും വെച്ച് കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാൻ പറ്റും ഫിത്ർ സക്കാത്ത് കൊണ്ട്. എന്തായാലും കുറവുണ്ടാവും, പല പോരായ്മകൾ നോമ്പിൽ വന്നിട്ടുണ്ടാവും. ആ പോരായ്മകളുടെ പരിഹാരം കൂടിയാണ് ഫിത്ർ സക്കാത്ത്. അത് വാങ്ങേണ്ടത് ഫഖീർ മിസ്കീൻ കരുത്തുവെന്ന ആളുകളാണ്. കൊടുക്കുന്ന എല്ലാവരും തിരിച്ചു വാങ്ങും ചെയ്യാ എന്ന രീതിയിൽ അത് നമ്മുടെ നാട്ടിൽ മുമ്പ് അങ്ങനെ ഇവിടുന്നാണ് കൊടുക്കുക, അവിടുന്ന് കണ്ട് വാങ്ങുകയും ചെയ്യാം, നഷ്ടം വരൂല എന്നുള്ള അതല്ല. ഫഖീർ മിസ്കീൻ എന്ന ഗണത്തിൽപ്പെട്ടവർക്കാണ് പ്രധാനമായും ഫിത്ർ സക്കാത്തിന്റെ അർഹതയുള്ളത്. അത് ഒരാൾക്ക് കൊടുക്കാം, രണ്ടാൾക്ക് കൊടുക്കാം, 10 കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. ഒരാൾക്ക് ഇത്രേ കൊടുക്കാവൂ എന്നോ ഇത്ര കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവകാശികൾക്ക് ലഭിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ഒരാൾ തന്റെ നിശ്ചയിക്കപ്പെട്ട അളവ് എത്രയാണോ അത് കൊടുത്തിരിക്കണം. ഒരു സ്വാ എന്നാണ് മദീനയിലെ സ്വാ ആണ് പഠിപ്പിക്കപ്പെട്ടത്. അത് 2 കിലോക്ക് മുകളിൽ 2 കാലോ 2.5 ഇപ്പൊ ഏറുന്ന 3 അങ്ങനെയൊക്കെ വ്യത്യസ്തമായ അളവ്, വ്യത്യസ്ത ദാരിദ്ര്യത്തിനനുസരിച്ച് അളവിൽ മാറ്റം. ഇവിടെ കാലത്ത് അന്ന് ഗോതമ്പും ബാർലിയും ഒക്കെ ആണ് സ്വാ ആയി കൊടുത്തത്. ഇവിടെ അരിയാണ്, അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അളവിലുണ്ടാകും എന്ന് മാത്രം. ഏതായാലും അതാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ നിസ്കാരം നബി ഞങ്ങൾ നിശ്ചയിച്ചത് പള്ളിക്ക് പുറത്താണ്. മദീനത്തെ പള്ളിയിലാണ് നബി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. 1000 ഇരട്ടി പുണ്യമുള്ള ആ പള്ളിയിലാണ് നബി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാവരും വരണമെന്നാണ് നബി ഞങ്ങൾ ആഹ്വാനം ചെയ്തത്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്നാൻ ഉമറു അൻ നുഖ്രിജൽ ഹുയ്യല വദവാത്തിൽ ഖുദൂർ. നബി ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, ആർത്തവമുള്ള സ്ത്രീകളെപ്പോലും പെരുന്നാൾ നിസ്കാരത്തെ കൊണ്ടുവരണം. കൂടാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെപ്പോലും സ്ത്രീകളെപ്പോലും കൊണ്ടുവരട്ടെ. അവർ മുസ്ലിമീങ്ങളുടെ ആ പൊതുവായ ആ സംഗമത്തിൽ, അവിടെ ആ ഒരു പ്രാർത്ഥനകളിൽ, ആ ബറക്കത്തുകളിൽ അവരും ഭാഗവാക്കാവട്ടെ. നിസ്കാര സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവർ മാറി നോട്ടെ. നിസ്കരിക്കണ്ട, ബാക്കിയെല്ലാം കിട്ടും. ആ ഉപദേശം കിട്ടും, ഖുത്ബ ലഭിക്കും, പൊതുവായ പ്രാർത്ഥനയിൽ അവർക്ക് ഭാഗവാക്കാവാം, ദാനധർമ്മങ്ങളിൽ പങ്കാളിയാവാം. നിസ്കാരത്തിന് മാത്രമേ തടസ്സമുള്ളൂ, നിസ്കരിക്കണ്ട, ബാക്കിയെല്ലാ ഖൈറിലും അവരും ഭാഗവാക്കാകട്ടെ എന്ന് നബി ഞങ്ങൾ അന്ന് കൽപ്പിച്ചു. അപ്പൊ സ്വഹാബി സ്ത്രീ ചോദിച്ച നബിയെ, ഇഹ്ദാനാ ലൈസ ലനാ ജിൽബാബുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ചിലർക്കൊന്നും ഒരു കൃത്യമായി അവിടുത്തെ മടക്കാൻ പറ്റാവുന്ന നല്ല തികഞ്ഞ വസ്ത്രമില്ല, മൂടുപടങ്ങളില്ല നബിയെ, എന്ത് ചെയ്യും? അങ്ങനത്തെ ആളുകൾ വരണോ? പൂർണ്ണമായി ശരീരം മറച്ചുകൊണ്ട് പോരാമാത്രം വസ്ത്രമില്ലാത്ത ചില സഹോദരിമാരുണ്ട്, അവർ വരണോ നബിയെ? നബി ഞങ്ങളെ ഏതെങ്കിലും സഹോദരിമാർക്ക് അധികമുണ്ടെങ്കിൽ അത് കൊടുത്താളി, അത് കൊടുത്തിട്ടെങ്കിലും അവർ വരട്ടണം. അപ്പൊ അപ്പുറത്തുനിന്നൊരു കടം വാങ്ങിയിട്ടെങ്കിലും മറ്റവന്റെ വക തൽക്കാലം അതിന്റെ 2 പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടെങ്കിലും അവർ വരട്ടണം. അന്ന് പഠിപ്പിച്ചത്. എന്നിട്ട് ആകെ ഇതൊന്നും നമുക്കായിട്ടില്ല. അപ്പൊ എല്ലാവരും വരാം. 7 മണിക്കാണ് നമസ്കാരം. എല്ലാവരും, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഇവിടെ PP ഹാൾ വെച്ചാണ് നമ്മുടെ പെരുന്നാൾ നിസ്കാരം 7 മണിക്ക് രാവിലെ. അതൊരു വലിയ സുന്നത്താണ്, ഒരു വലിയ ഖൈറിന്റെ നന്മയുടെ സംഗമം കൂടിയാണ്. അതൊക്കെ നമ്മൾ ശീലിപ്പിക്കാം, മക്കൾക്കും കുടുംബത്തിലൊക്കെ ശീലമാക്കിക്കൊണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം, അവകാശം എത്തിയിരിക്കണം. പെരുന്നാൾ നിസ്കാരത്ത് കഴിഞ്ഞാൽ പിന്നെ ഫിത്ർ സക്കാത്ത് പ്രസക്തിയില്ല.
വേണമെങ്കിൽ റമദാൻ 2 ദിവസം മുമ്പ് കൊടുക്കാം, 29, 28, 27 കൊടുത്താലും കുഴപ്പമില്ല. സ്വഹാബികൾ പലരും നേരത്തെ കൊടുത്തതായി കാണാൻ കഴിയും. ഏതായിരുന്നാലും ആ നിൽക്കുന്ന നന്മകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക. വെള്ളിയാഴ്ച ആണെങ്കിൽ രാവിലെ 7 മണിക്കാണ് നമസ്കാരം, അന്ന് ജുമാസ്കാരം ഉണ്ടാവും. നിർബന്ധമില്ല, എന്നാലും പങ്കെടുത്താൽ ആ പുണ്യം കൂടി നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള എല്ലാ നന്മയും നമ്മൾ ഭാഗമാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ 6 നോമ്പ് ശവ്വാൽ 2 മുതൽ തന്നെ തുടർച്ചയായി നോക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഖൈറ് അതാണ്. ആ 6 നോമ്പ് കൂടി ആയിക്കഴിഞ്ഞാൽ ഈ നോമ്പിലെ എല്ലാ പോരായ്മകളും പൂർത്തിയായി കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ പോലെ ആയി. മൻ സ്വമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. റമളാനിൽ നോമ്പ് നോറ്റു, അതിൽ തുടർന്ന് ശവ്വാലിൽ 6 എണ്ണം നോറ്റാൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റത് പോലെയായി. ഇങ്ങനെ 1 10 ഇരട്ടി പുണ്യമാണ്. ഇവിടെ 30 നോക്കുമ്പോൾ 300 6 എണ്ണം നോക്കുമ്പോൾ 60, 360 കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ പോലെയായി എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അത്തരം നന്മകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുക, എല്ലാ ഖൈറിലും ഭാഗമാക്കാവുക. പെരുന്നാൾ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിക്കുന്ന ഈദ് കിസ്വ പദ്ധതി നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം എടുത്തെടുക്കാൻ പോകുന്നു. ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ പെരുന്നാളിന് ഒരു പുതുവസ്ത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ യതീമായതുകൊണ്ട് വാങ്ങാൻ വാപ്പല്ലാത്തത് കൊണ്ടൊക്കെ ഒരു നല്ല വസ്ത്രം സ്വപ്നമായി കാണുന്ന കുറെ കുട്ടികളുണ്ട്. അത് നമ്മളെ മക്കൾക്ക് എടുക്കുമ്പോൾ ഒരു കുട്ടി കൂടി അധികം എടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒരു 1300 രൂപ കൊടുത്താൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് യോജിക്കുന്ന വസ്ത്രം ആ കുട്ടിക്ക് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതാണ് ഈദ് കിസ്വ എന്ന നമ്മുടെ കൂട്ടായ്മ ഒരുക്കുന്ന ഒരു പദ്ധതി. അതിനെ കൊണ്ടേ പൈസ കൊടുക്കില്ല, നമ്മളൊരു വസ്ത്രം വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയുമല്ല. ഒരു കടയിൽ നമ്മൾ തയ്യപ്പായി ആ കുട്ടിക്ക് അവിടെ ചെന്ന് അവർക്ക് യോജിക്കുന്ന വസ്ത്രം തെരഞ്ഞെടുത്ത് നാം പറയുന്ന ആ ബില്ലിൽ ആ റേറ്റിൽ ഒതുങ്ങുന്ന വസ്ത്രം അവർക്ക് എടുക്കാം. വലിപ്പവും സൈസും കളവൊക്കെ അവർക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ ഒരാളും അറിയാതെ അവരെ കടയിൽ പോയി വാങ്ങി സന്തോഷത്തോടെ പോകുന്ന സംവിധാനമാണ് ഈദ് കിസ്വ. ഒരു 1300 രൂപ പുറത്ത് കൗണ്ടർ ഉണ്ടാവും, പറ്റുന്ന എല്ലാവരും കൊടുക്കുക. നമ്മളെ കുട്ടികൾക്ക് 10, 15, 20 കുട്ടികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങി. അപ്പൊ ഒരു കുട്ടി കൂടി അധികം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, എന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ള നന്മകൾ ഏറ്റെടുത്ത് എല്ലാ ഖൈറിലും ഭാഗവാക്കാവാൻ നമ്മൾ പരിശ്രമിക്കുക. സർവോപരി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദുആകൾ നിർത്തരുത്, നന്മകൾ അവസാനിക്കരുത്. റമദാൻ ഇനിയും വരണം. ആ റമദാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ നമുക്കറിയില്ല. അടുത്ത വർഷം റമദാൻ ഉണ്ടാകോ ഇല്ല, അല്ലാഹു ഉണ്ടെങ്കിൽ ലാഭം. അതല്ല, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കുമെന്നാണ് നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടത്. റമദാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരാഴ്ച. ഇപ്പൊ തന്നെ പെരുന്നാളായിട്ടില്ല. അവസാനത്തെ 10 നിർത്തിവെച്ച് ഷോപ്പിംഗ് ഇറങ്ങി അങ്ങാടി തിരക്കായി ഇനി കഴിഞ്ഞു എന്ന മട്ടിലല്ല പോകേണ്ടത്. ശവ്വാൽ മാസപ്പുറ കാണുന്നത് വരെ അല്ലെങ്കിൽ 30 പൂർത്തിയാകുന്നവരെ റമദാൻ തന്നെയാണ്. അത്രയും സമയം നമ്മളത് ഉണ്ടാകണം. ഇതുവരെ കൊണ്ടുവന്ന അവസാനം ഇനി അത് തീരാൻ കാത്തിക്കാതെ ഇറങ്ങിപ്പോയിട്ട് ഇതാവട്ടെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ല. നമുക്ക് ചൊല്ലുണ്ട്, അവസാനത്തെ 10 വയസ്സന്മാരെ അതൊക്കെ ആരോ പറ്റി നമ്മളെ പറ്റി കണ്ടാക്കി. അതൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മാക്സിമം ഉപയോഗപ്പെടുത്തി റമദാനിന്റെ അവസാന നിമിഷം വരെ ഒന്നും നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്തി റബ്ബേ സ്വീകരിക്കണേ എന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥനയോടെ ഈ റമദാനെ യാത്രയാക്കാൻ നമുക്ക് പറ്റണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാനിൽ അനേകായിരം മനുഷ്യന്മാർക്ക് നരകമോചനം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടാകും. അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത അമലുകൾ ധാരാളം പോരായ്മകൾ നിറഞ്ഞതാണ്. എന്നാലും പടച്ച റബ്ബിന്റെ ഫള് വിശാലമാണ്, അവന്റെ റഹ്മത്ത് വിശാലമാണ്. ആ റഹ്മത്ത് കൊണ്ട് ഫള് കൊണ്ട് നമ്മുടെ ഈ സാധുക്കളായ നമ്മുടെ കർമ്മങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു ധാരാളം സഹോദരങ്ങൾ അവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തുടനീളം നന്മ കൊണ്ട് സമ്പന്നമാക്കി നന്മകളുടെ കൂടെ സഞ്ചരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة
ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من النار يا أرحم الراحمين رب ارحمهما كما ربونا صغارا رب ارحمهما كما ربونا صغارا رب ارحمهما كما ربونا صغارا ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.